നമ്മളെ തിരുവനന്തപുരത്തൊക്കെ എല്ലാ വീടുകളിലും എഴുതിയിരിക്കുന്ന ഒരു ഇതുണ്ട്. അത് മിക്ക വീടുകളിലും ഹിന്ദു വീട് ഭവനങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആറ്റുകാലമ്മ ഈ വീടിൻ്റെ ഐശ്വര്യം അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ കൊച്ചിയിലാണെങ്കിൽ ചിലപ്പോൾ ചോറ്റാനിക്കര അമ്മ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നായിരിക്കും. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ സഖാക്കന്മാരുടെയൊക്കെ വീട്ടിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഈ മാക്സ മുത്തപ്പനൊന്നുമല്ല. അവിടെ വേറൊരു കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ ഈ കരിമണൽ ഞങ്ങളുടെ ഐശ്വര്യം എന്നുള്ളൊരു പുതിയ ബോർഡ് വന്നിരിക്കുകയാണ്. കരിമണൽ ഈ എ.കെ.ജി. ഭവൻ്റെ ഐശ്വര്യം എന്നൊക്കെ ഉള്ള രീതിയിൽ പുതിയ ബോർഡ് വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്. അതായത് ഇപ്പോൾ കേരളത്തിൻ്റെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കാനായിട്ട് ഒരു പദ്ധതിയുമായിട്ട് നമ്മുടെ വൈദ്യുതി മന്ത്രി വന്നിരിക്കുകയാണ്. എത്ര കൊല്ലത്തേക്കാണെന്നറിയാമോ? 200 കൊല്ലത്തേക്ക്. അതായത് ഇനിയുള്ള 200 വർഷത്തേക്ക് കേരളത്തിൽ വൈദ്യുതി ക്ഷാമം ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം 200 വർഷം നമ്മൾ ഈ ലോകത്ത് മനുഷ്യനുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ പോലും തീരുമാനമായിട്ടില്ല. അപ്പോഴാണ് ഒരു 200 കൊല്ലത്തേക്ക് വൈദ്യുതി ക്ഷാമം പരിഹരിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ആരെ കണ്ണിപ്പൊടിയിടാനെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ കരിമണൽ ഇതാണ് ഇപ്പോഴത്തെ ഇത് അവരുടെ പുതിയ പദ്ധതി. അതായത് കരിമണലിലൂടെ കരിമണൽ വാരുക ഇതാണ്. അതിൽ കുറേ തിയറിയൊക്കെ കൊണ്ട് പറയുന്നുണ്ട്. ഈ തോറിയം എടുക്കുക, അതുവഴി ആണവ നിലയത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദനം, ഇങ്ങനെ കുറേ സംഭവമൊക്കെയാണ് അവർ പറയുന്നത്. അതിന് ഈ വേസ്റ്റ് നിർമ്മാണമൊക്കെ കുറവാണ്. അപ്പം അതുകൊണ്ട് തോറിയം ശേഖരിക്കാൻ വേണ്ടി കരിമണൽ വാരുക. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ നോക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റുന്ന കരിമണൽ വാരുക എന്നുള്ളത് മാത്രമാണ്. തോറിയം ആണവ നിലയമൊക്കെ പിന്നെ അങ്ങ് പോകും. അപ്പോൾ ഇത് എന്തോ ഒരു കച്ചവടം സെറ്റായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലേ? അങ്ങനെ തന്നെ ചിന്തിച്ചൂടെ സാർ? ശരിയാണ് വിജയ് പറഞ്ഞത്. തീർച്ചയായിട്ടും ശരിയായ കാര്യം തന്നെയാണ്. നമ്മുടെ വൈദ്യുതി മന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതാണിത്. തോറിയം വഴി നമ്മൾ അതിന് ആണവ നിലയങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ധാതു നിക്ഷേപമാണല്ലോ, അതുവഴിയുള്ള ആണവ നിലയങ്ങൾ കേരളത്തിൽ സ്ഥാപിക്കുക. കേരളത്തിൽ അങ്ങനെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് 200 കൊല്ലത്തേക്ക് വൈദ്യുതിക്ക് ഒരു ക്ഷാമവും ഉണ്ടാകുകയില്ല. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നത്. അതാണ് നമ്മൾ പറഞ്ഞത്, മുമ്പേ വിജയ് സൂചിപ്പിച്ചത് തന്നെയാണ്. ചില വീടുകളിലൊക്കെ എഴുതി വെക്കത്തില്ല, വീടുകളുടെ മുമ്പിലൊക്കെ എഴുതി വെച്ച് ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ അനുഗ്രഹം, അല്ലെ ആറ്റുകാലമ്മ ഈ വീടിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴ് എൽ ഡി എഫിന്റെ ഭൂമുഖത്ത് എഴുതി വെക്കാവുന്ന ഒരു നല്ല വാക്കാണത്. തോറിയം ഈ വീടിന്റെ അല്ലെങ്കിൽ ഈ മുന്നണിയുടെ അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കാവുന്ന എനിക്ക് തോന്നുന്നത്. പറയുമ്പോൾ വളരെ ലാഘവത്തോടാണ് അദ്ദേഹം, വളരെ സിമ്പിളായിട്ടാണ്, വളരെ ലാഘവത്തോടാണ് പറയുന്നത്. എന്തിനാ ബുദ്ധിമുട്ടുന്നത്? 200 കൊല്ലത്തേക്ക് കേരളത്തിന്റെ വൈദ്യുതി പ്രശ്നം പരിഹരിക്കാം. നമ്മുടെ കടൽ തീരത്തൊക്കെ ഇഷ്ടം പോലെ തോറിയാൻ കിടക്കുകയല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ പെട്ടെന്ന് കേൾക്കുന്ന ആളുകൾക്ക് ഇത് എന്തോ കടലിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ വാരി എടുത്തുകൊണ്ട് വരുവോ, അല്ലെങ്കിൽ അവിടെ പോയി അവിടെ ഉള്ള കടൽ തീരത്തൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്ന എന്തോ സാധനമാണ് ഈ തോറിയ എന്ന് തോന്നിപ്പോകും. സത്യത്തിൽ അത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ തീരപ്രദേശങ്ങളിൽ, നമ്മുടെ കോസ്റ്റൽ ഏരിയയിൽ അടിഞ്ഞു കിടക്കുന്ന മണലിലാണ്, കരിമണലിനകത്താണ് ഇതിരിക്കുന്നത്, സാധനം കിടക്കുന്നത്. അതിൽ നിന്ന് അതിനെ വേർതിരിച്ചെടുക്കണം. അത് വേർതിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പണിയാണ്. അത് വേർതിരിച്ചെടുക്കണമെങ്കിൽ എന്ത് വാരണം? കരിമണൽ വാരണം. കരിമണല് വീണ്ടും വാരണം. കരിമണൽ എന്ന് കേട്ടാൽ തന്നെ കേരളത്തിന്റെ കേരളീയയുടെ മനസ്സിൽ ഓർമ്മ വരുന്ന പല പല പേരുകളുമുണ്ട്. കരിമണൽ, അത് കഴിഞ്ഞ തൊട്ട് അതിനോട് ചേർന്ന് വരുന്നതാണ് ശശിധരൻ കർത്ത. വലിയ മീശയൊക്കെ ഉള്ള ഒരു വലിയ വ്യവസായിയാണ്. കരിമണൽ കർത്ത എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിനോട് ചേർത്താണ് കരിമണൽ കർത്ത എന്നാണ് വിളിക്കുന്നത്. ഈ ഷോൺ ജോർജൊക്കെ ആരോപണം ഉന്നയിക്കുന്നത് 50,000 കോടിയിലധികം രൂപയുടെ മണ്ണ് കരിമണൽ അദ്ദേഹം വാരിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് BJP നേതാക്കന്മാരുടെ ആരോപണം വരുന്നത്. അതേപോലെ തന്നെ കമ്മീഷൻ, അദ്ദേഹത്തിന്റെ ഒരു പറ്റുപുസ്തകമുണ്ട്. നമ്മൾ ഈ ചായക്കടയിൽ വെച്ചേക്കുന്ന പോലെ ഒരു പറ്റുപുസ്തകമുണ്ട്. ആ പറ്റുപുസ്തകത്തിനകത്ത് ഒരുവിധപ്പെട്ട എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പേരുകൾ വന്നു എന്നാണ് പറയുന്നത്. അതൊക്കെ കേസും വഴക്കും ഒക്കെ ആയിട്ടുണ്ട് ഇപ്പൊ അതിനകത്തിലെ LDFന്റെ പ്രമുഖരായ ആളുകളുടെ എല്ലാം പേരുകളാണ്. പേരായിട്ട് അത് എഴുതിയിട്ടില്ല, ഇനീഷ്യലൊക്കെയാണ് ചേർത്താണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ കുറച്ചൊക്കെ പേര് രക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ ഇനീഷ്യലിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരാണ് ആരാണെന്നുള്ളത് സാമാന്യ ബോധമുള്ള മലയാളികൾക്കറിയാം. അങ്ങനെ LDFന്റെയും UDFന്റെയും BJPയുടെയും ഉണ്ട് കേട്ടോ. BJPയുടെയും കുറച്ച് ആളുകളുടെ പേരുകളൊക്കെ ആ പറ്റുപുസ്തകത്തിനകത്ത് വന്നിട്ടുണ്ട്. ചിലരൊക്കെ ചാക്കി വാരി കെട്ടിക്കൊണ്ടുപോയി, ചിലരൊക്കെയാണ് തലയിൽ ചുമ്മിക്കൊണ്ടുപോയി, ചിലരൊക്കെ അക്കൗണ്ടിൽ അല്ലാതെ ട്രാൻസ്ഫർ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട് കുടുങ്ങിപ്പോയത് എക്സാലോജിക് കമ്പനിയാണ്. അതാണ് അവര് കുടുങ്ങിപ്പോയ ഒരു കാര്യം എന്ന് പറയുന്നത്. അവരുടെ അക്കൗണ്ടിലേക്കാണ് പണം സ്വീകരിച്ചത്. ഈ കർത്തായുടെ കമ്പനിക്ക് എന്തോ ചില സർവീസ് ഒക്കെ ചെയ്തു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അക്കൗണ്ടഡ് മണിയായി പോയി, ഡിജിറ്റൽ ട്രാൻസ്ഫർ ആയിരുന്നു. അതുകൊണ്ടാണ് എക്സാലോജിക് ബാംഗ്ലൂരിൽ
ഉണ്ടായിരുന്ന ആ കമ്പനി കുടുങ്ങിയത് അതുകൊണ്ടാണല്ലോ ഇപ്പൊ SFIയുടെ കീഴിലുള്ള അന്വേഷണങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ആരോപണങ്ങളൊക്കെ പല പ്രമുഖരായ മുഖ്യമന്ത്രിയുടെ നേരെ അദ്ദേഹത്തിന്റെ മകളുടെ കമ്പനിയാണല്ലോ. അപ്പൊ അത് അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുമുണ്ട്. അപ്പൊ അന്ന് കരിമണല് കർത്തായിക്ക് ഇത് വാരാൻ കൊടുത്ത സമയത്ത് പറഞ്ഞിരുന്നത് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കണം. കുട്ടനാട്ടിൽ കൂടുതൽ വെള്ളം പൊങ്ങുന്നുണ്ട്, അത് കിഴക്കൻ പ്രദേശങ്ങളിലേക്കും വരുന്നുണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേയുടെ വീതി കൂട്ടണം, വീതി കൂട്ടിയിട്ട് ഇവിടെ അടിഞ്ഞുകൂടുന്ന മണലെല്ലാം വാരിക്കൊണ്ട് മാറ്റണം. കേട്ട് കഴിഞ്ഞാൽ വളരെ സത്യസന്ധമായപ്പോഴാണ് പ്രളയം, നമ്മളെ ആ പ്രളയം സൃഷ്ടിച്ച ആഘാതം കേരളത്തിന് ഓർമ്മയുണ്ടായിരുന്നത് കൊണ്ട് എല്ലാവരും വിചാരിച്ചു നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന നല്ല കാര്യമാണെന്നാണ് ഒക്കെ വിചാരിച്ചത്. പക്ഷെ അതിനെ തുടർന്ന് എന്താ സംഭവിച്ചത്? ടൺ കണക്കിന് ലോറിക്കണക്കിന് കരിമണലാണ് നമ്മുടെ തീരത്തുനിന്ന് വാരിക്കൊണ്ട് പോയത്. ഇതിനെത്ര കണക്കെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ആർക്കും ഒരു തിട്ടവുമില്ല എത്ര വാരിക്കൊണ്ട് പോയി എന്നുള്ളത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ആരോപണങ്ങൾ വന്നിരിക്കുന്നത് അങ്ങനെയാണ്. 50,000 കോടിയോ 60,000 കോടിയുടെ കരിമണൽ വാരിക്കൊണ്ട് പോയി. അതിന് കേരള ഗവൺമെന്റിന് കിട്ടിയത് തുച്ഛമായ തുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ശശിധരൻ കർത്താവ് ഒരുപാട് ലാഭം ഉണ്ടാക്കി, അതിന്റെ വിഹിതമാണ് രാഷ്ട്രീയക്കാർക്ക് കൊടുത്തതെന്നും പറയും. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിയുടെ പ്രസ്താവന, കൃഷ്ണൻകുട്ടി വൈദ്യുത മന്ത്രിയുടെ പ്രസ്താവന കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലായി വരുന്നത് ഇത്തരം ചില പേരുകളൊക്കെ നമുക്ക് ഓർമ്മ വരും. ഇനി അതിന് വല്ലതുള്ള ശ്രമമാണോ? അതല്ലാതെ ഇപ്പൊ കരിമണൽ എന്തായാലും നമുക്ക് ഇറക്കുമതി ചെയ്യാനും നോക്കത്തില്ല, കടയിൽ വാങ്ങിക്കാനും കിട്ടത്തില്ല, നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു സാധനമല്ലല്ലോ അത്. അപ്പൊ വീണ്ടും ഇത് വാരാനുള്ള ഒരു പദ്ധതിയാണോ? പക്ഷെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് മുമ്പേ പറഞ്ഞതുപോലെ കുട്ടനാട് പോലെ മറ്റൊരാശയമാണ് മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിൽ വലിയ വൈദ്യുതി പ്രശ്നമാണ്, വൈദ്യുതി ക്ഷാമം കേരളത്തിന് പരിഹരിക്കാൻ പറ്റുന്നില്ല. വലിയ 2 ജലവൈദ്യുത പദ്ധതികൾ നമുക്കുണ്ട്, ഇടുക്കിയുണ്ട്, ശബരിഗിരിയുണ്ട്. ജലവൈദ്യുത പദ്ധതികൾ വലിയ പദ്ധതികളാണ്. കേരളത്തിൽ സമൃദ്ധമായിട്ട് മഴ പെയ്യുന്നുണ്ട്, 41 നദികളും ഉണ്ട് ഇവിടെ. എന്നിട്ടും നമുക്കിത് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ആവശ്യത്തിനുള്ള വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മിക്കവാറും എല്ലാ വർഷങ്ങളിലും ഇടുക്കി നിറയാറുണ്ട്. നമ്മുടെ ഇടുക്കിയും ശബരിഗിരിയും എല്ലാ വർഷങ്ങളും നിറയാറുണ്ട്. ആ ഡാമുകൾ നന്നായിട്ട് അതിന്റെ ജലസംഭരണിയുടെ 80%, 90% ഒരിക്കൽ തുറന്നു വിടേണ്ടിയും വന്നിട്ടുണ്ട്. അത്തരത്തിൽ അത് നിറയാറുണ്ട്. പക്ഷെ ഈ കുഴപ്പമെന്ന് പറഞ്ഞാൽ അവിടെ വൈദ്യുതി ഉണ്ടാകുന്നില്ല ആ സമയത്ത്. അതിന്റെ മാക്സിമം കപ്പാസിറ്റി അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിന് ഓരോരോ കാരണങ്ങൾ വരും. നമ്മൾ പറയത്തില്ലേ, ഈ ആലിപ്പഴം പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണാന്ന് പറഞ്ഞതുപോലെ ഇതിന് ഫുൾ സ്വിംഗിൽ ഓടേണ്ട സമയത്ത് അവിടെ ജനറേറ്ററുകളൊക്കെ കേടാണെന്നാണ് പറയുന്നത്. അല്ലെ 5 മൊത്തം ജനറേറ്ററുകൾ ഒരേ സമയം ഓടിക്കാൻ സാധിക്കുന്നില്ല, എന്തൊക്കെയോ കാരണങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും കൊള്ളാം, ജലവൈദ്യുത പദ്ധതി നടക്കത്തില്ലെന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലായി. പിന്നീടാണ് കായംകുളത്ത് NTPCയുടെ, അത് നാഫ്തയിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഒരു നിലയമായിരുന്നു. അതിന്റെ പ്രശ്നം ആദ്യം ലാഭകരമാവുമെന്നൊക്കെ പറഞ്ഞ് ഹരിപ്പാടിനടുത്ത് ഏക്കർ കണക്കിന് സ്ഥലമെടുത്ത് വലിയ പദ്ധതി തുടങ്ങിയതാണ്. പക്ഷെ അവസാനം എന്താ സംഭവിച്ചത്? ഈ നാഫ്ത വില കൂടിയ സാധനമാണ്. അത് കൊച്ചി കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് ഹരിപ്പാട്ട് കൊണ്ടുവന്നപ്പോൾ ഉത്പാദിപ്പിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ വൈദ്യുതി ഇതിനെ വാങ്ങുന്നതിനെക്കാട്ടി ഇരട്ടി വിലയ്ക്ക് വാങ്ങിക്കേണ്ടി വരും. അപ്പൊ അതും ഏതാണ്ട് അവസാനിക്കുന്ന മട്ടിലേക്കാണ് പോകുന്നത്. പിന്നീട് മൂന്നാമത്തെ ഒരു കാര്യം അത് അവർ മുന്നോട്ട് വെച്ചാണ് സോളാർ. അങ്ങനെ വരുമ്പോൾ നമുക്ക് പുരപ്പുര സോളാർ പദ്ധതി നടപ്പാക്കിയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ വൈദ്യുതി കിട്ടുമല്ലോ, ഒന്നും പേടിക്കണ്ട. കേരളത്തിൽ ഈ പറഞ്ഞ പോലെ അനുഗ്രഹം, പ്രകൃതി അനുഗ്രഹിച്ച സ്ഥലമാണല്ലോ. ഇവിടെ ധാരാളം നല്ല വെയിലും ഒക്കെ കിട്ടുന്നുണ്ട്. ഒരു 5-8 മാസം നല്ല വെയിൽ കിട്ടും, നല്ല ചൂടുമാണല്ലോ. അതേപോലെ തന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം, അവിടെ മുഴുവൻ സോളാർ എനർജിയിൽ വർക്ക് ചെയ്യുന്ന എയർപോർട്ടാണല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ പെരപ്പുറത്തൊക്കെ ഇത് സ്ഥാപിക്കാമെന്നും പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നു. അങ്ങനെ 3 മെഗാവാട്ട് 5 മെഗാവാട്ട് എന്നൊക്കെ പറഞ്ഞ ആളുകളെല്ലാം ചാടിക്കയറി സ്ഥാപിച്ചു. നിങ്ങൾക്ക് വളരെ തുച്ഛമായ പൈസയ്ക്ക് ഇതിന് ചെലവാകുള്ളൂ എന്ന് പറഞ്ഞിട്ട്. എനിക്കൊരു സംശയമുണ്ട് സാറേ, നമ്മളിപ്പോ ഈ തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നതിലാണോ അവർ അത് ആണവശേഷി ഇതിലാണോ അവർ ചെയ്യുന്നത്? നമുക്ക് ആണവ നിലയം ഉണ്ടോ കേരളത്തിൽ? ഇല്ലല്ലോ. ഇപ്പൊ ഇവർ ഈ പറയുന്ന കേരളത്തിൽ ആണവ നിലയമില്ല. ഇത് ഉപയോഗിക്കുന്ന യുറേനിയമാണോ? ഇപ്പൊ നമുക്ക് അടുത്തുണ്ടെന്ന് പറയുന്നത് പിന്നെ ബ്രഹ്മപുരം, തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലേ ഉള്ളൂ. അതെ, ബ്രഹ്മപുരത്തുള്ളത്. അതെ. അതെ, ഓക്കെ, ശരി. കൂടംകുളത്താണ് ആണവ പ്ലാന്റ് ഉള്ളത്. അവിടെ യുറേനിയമാണ് ഉപയോഗിക്കുന്നത്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ വേസ്റ്റ് ഡിസ്പോസലാണ്. അതെ. അതാണ് ഇവിടെ പ്രശ്നമാകാൻ പോകുന്നത്. ആ വേസ്റ്റ് നമ്മളിപ്പോ അത് കടലിലൂടെ ഇറക്കിയാ വെച്ചിരിക്കുന്നത്. അന്നത് ദുരന്തം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രക്ഷോഭമായിരുന്നു. അന്ന് ഇടതുപക്ഷ സർക്കാരാണ് ഇതിനെ എതിർത്തത്. അന്ന് VS-ന്റെ ജാഥ ഓർക്കുന്നില്ലേ? കൂടംകുളത്തേക്ക് VS നടത്തിയ പ്രസിദ്ധമായ ജാഥയൊക്കെ ഓർക്കുന്നില്ലേ? കരിദിനമായിട്ടൊക്കെ പ്രഖ്യാപിച്ചതാ ആ ദിവസം. കരിദിനമായിട്ട് പ്രഖ്യാപിച്ചതും അദ്ദേഹത്തിനെ അതിർത്തി പ്രദേശിച്ച് തടഞ്ഞതും അങ്ങനെ വലിയ പ്രക്ഷോഭമൊക്കെ ഉണ്ടായതാണ്. പക്ഷെ അവിടുത്തെ പറഞ്ഞാൽ ഈ വേസ്റ്റ് ഇവിടെ കൊണ്ട് കളയും. ഇതിന്റെ ബാക്കി വരുന്ന വേസ്റ്റ് കളയണം. ആണവ വേസ്റ്റുകളാണല്ലോ, റേഡിയേഷൻ ഉള്ള വേസ്റ്റുകളാണ്. അതിപ്പോ നമുക്ക് ഇവിടുന്ന് അന്റാർട്ടിക്കയെ കൊണ്ടുപോകാൻ ഒക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യുമെന്നുള്ളതാണ്.
അപ്പൊ അതിനും ബദലായിട്ടാണ് കൃഷ്ണൻകുട്ടി നമ്മുടെ മന്ത്രി പറയുന്നത് ഇതിനകത്ത് വേസ്റ്റ് ഇല്ല, ഇത് ധാതു ലവണമാണ്, തോറിയം ധാതു ലവണമാണ്, ഇതിനകത്ത് വേസ്റ്റ് ഇല്ല, ഒന്നും പേടിക്കേണ്ട എന്നാണ് പറയുന്നത്. എത്ര നല്ല, നമ്മൾ പറഞ്ഞില്ലേ പഴയ സിനിമയ്ക്കകത്ത് മോഹൻലാലും പിന്നെ ശ്രീനിവാസനും പറയുന്നത് എത്ര മനോഹരമായ, നടക്കാത്ത സ്വപ്നമല്ല നടക്കുന്ന സ്വപ്നമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ 200 വർഷത്തേക്ക് ഒരു വൈദ്യുത ക്ഷാമം ഉണ്ടാകത്തില്ല. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞു വന്നത്, പുരപ്പുറ വൈദ്യുതി സോളാറിന്റെ പദ്ധതിയും വന്നു. അപ്പൊ ആളുകളെല്ലാം സോളാർ പ്ലാന്റ് സ്ഥാപിച്ചു. ഇപ്പൊ വന്നിരിക്കുന്ന ഗുരുതി കണ്ടില്ലേ, ഇപ്പൊ 3 മെഗാവാട്ട് വരെ ഉള്ളവർക്കേ ഉള്ളൂ ആനുകൂല്യങ്ങളുള്ളെന്നാണ് പറയുന്നത്. സാധാരണ 3 മെഗാവാട്ട് ഒരുവിധപ്പെട്ടവരൊക്കെ സ്ഥാപിച്ചത് 5, അതിന് മുകളിലുള്ള പവറാണ് സ്ഥാപിച്ചത്. ഇപ്പൊ അവരോട് പറയുന്നത്, നിങ്ങൾ സ്ഥാപിച്ചത് നിങ്ങൾക്ക് സബ്സിഡി കിട്ടത്തില്ല, നിങ്ങൾക്ക് പിന്നെ തുകയിൽ കുറവുണ്ടാകും, ആക്ച്വൽ റീഡിംഗ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് തുകയിൽ കുറവുണ്ടാകും. അത് തന്നെയല്ല, നിങ്ങളൊരു 2 ലക്ഷം രൂപയോ 3 ലക്ഷം രൂപ വില വരുന്ന പുതിയൊരു മീറ്റർ മേടിച്ച് സ്ഥാപിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ വലിയ പ്രക്ഷോഭമായിരുന്നു തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ല, കഴിഞ്ഞ 2-3 മാസം മുമ്പ് വലിയ പ്രക്ഷോഭമാണ് പുരപ്പുറ വൈദ്യുതിക്കാർ നടത്തിക്കൊണ്ടിരുന്നത്. അവർക്ക് നഷ്ടമായിട്ട് മാറുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങളാണ്. വൈദ്യുതി പ്രതിസന്ധി ശരിയാണ്. പിന്നെ അതിരപ്പള്ളി എന്ന് പറഞ്ഞാൽ നല്ല പ്രകൃതി സമൃദ്ധമായ ഒരു കാടുണ്ട് നമുക്ക്, തൃശ്ശൂർ ജില്ലയിൽ ഒരു കാടുണ്ട്. അവിടെ വെട്ടി വെളുപ്പിക്കാനായിട്ടൊക്കെയുള്ള പദ്ധതികളൊക്കെ ആദ്യം ആലോചിച്ചുകൊണ്ട് വന്നു. സിംഹവാലൻ കുരങ്ങിന്റെ ഒക്കെ സാന്നിധ്യമുള്ള, അപൂർവ സാന്നിധ്യമുള്ള ഒരു കാടാണത്. അവിടെ വെട്ടി വെളുപ്പിച്ചിട്ട് കുറച്ച് വൈദ്യുതി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കുറച്ച് ആളുകളൊക്കെ ശ്രമിച്ചു നോക്കി. പക്ഷെ അതും പിന്നെ പ്രകൃതി സ്നേഹികൾ അവരിടപെട്ടത് കൊണ്ട് അത് നിന്നിരിക്കുകയാണ്. അപ്പൊ അതാണ് മന്ത്രി ചോദിക്കുന്നത്, ഇങ്ങനൊന്നും അല്ലെന്നെങ്കിൽ പിന്നെ എന്ത് ചെയ്യും ഞാൻ? 200 വർഷത്തേക്ക് വൈദ്യുതി വേണ്ടേ? 200 വർഷത്തേക്കെങ്കിലും മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന്റെ സംസാരമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ കരിമണൽ വിഷയത്തിലോ പിന്നെ അദ്ദേഹത്തിന്റെ മറ്റു പുസ്തകത്തിലോ ഒന്നും കൃഷ്ണൻകുട്ടിയുടെ പേര് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിനെ നമ്മൾ അത്തരത്തിൽ കാണേണ്ട കാര്യമില്ല. കാരണം പാലക്കാട് ചിറ്റൂരിലെ സമ്പന്നനായ കർഷകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് മണ്ണിനെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന ഒരു നല്ല കർഷകനാണ്. ഇന്ന് വരെ അങ്ങനെ ആരോപണങ്ങളും ഒന്നും കേട്ടിട്ടില്ല അദ്ദേഹം. പക്ഷെ എന്തിനാണ് ഈ ഒരു കരിമണൽ പദ്ധതിയുമായിട്ട് അദ്ദേഹം വരുന്നെന്നുള്ളതാണ് ഇപ്പം നമുക്ക് സംശയമായിട്ട് നിൽക്കുന്നത്. ഒരു പക്ഷെങ്കില് ഈ പറയുന്നത് പോലെ ഐശ്വര്യമാകാനായിരിക്കാം. എന്തായാലും ഇദ്ദേഹത്തിന് ഈ മന്ത്രിസഭയ്ക്ക് ഇനി ഒരു 6-8 മാസത്തെ കാലാവധിയേ ഉള്ളൂ. അതിനിടയിൽ 200 വർഷത്തെ ഈ പദ്ധതിയുടെ മറ്റേ ഫൈനൽ റിപ്പോർട്ടൊന്നും ഉണ്ടാകത്തില്ല, ഫൈനൽ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ, നിലയങ്ങൾ സ്ഥാപിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ടാകത്തില്ല. പരമാവധി വരാൻ പോകുന്നത് കരാറ് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് വയനാട്ടിലെ തുരങ്കത്തിന് കൊടുത്തതുപോലെ കരാറ് കൊടുക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെ കരാർ കൊടുക്കുമ്പോഴാണല്ലോ യഥാർത്ഥമായിട്ടുള്ള ബിസിനസ് ഒക്കെ നടക്കുന്നത്, കമ്മീഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് ആ സമയത്തായിരിക്കാം. ഒരു പക്ഷേ അങ്ങനെ വല്ലതും ആണോ? അതാണോ മുമ്പ് വിജയ് സൂചിപ്പിച്ചത്, ഇതൊരു ഐശ്വര്യമായിട്ട് മാറുമെന്ന് സൂചിപ്പിച്ചതെന്നാണ് എനിക്കൊരു സംശയം തോന്നുന്നത്.